എന്ത് ജ്യൂസാ? ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ചോക്ലേറ്റ് ജ്യൂസ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ജ്യൂസ് എന്ന വ്യാജേനയാണ് ഞാനിവനെ റാഗി കുടിപ്പിച്ചത്. അതായത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ചോക്ലേറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. പിന്നെ റാഗി കുടിക്കാത്ത ഏതൊരു കുട്ടിയാണെങ്കിലും ഇത് കഴിക്കും. ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഏതൊരു കുട്ടികളും ഇത് കഴിക്കും. അപ്പം നമുക്കിത് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റാഗി ആവശ്യമാണ്. 2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 2 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, വാട്ടർ 5 ഗ്ലാസ്. അതിൻ്റെ കൂടെ തന്നെ ജാഗ്രി, നമ്മുടെ ശർക്കരയല്ലേ, ഒരെണ്ണമാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ജാഗ്രി എടുക്കാം കേട്ടോ, അതായത് ശർക്കര. 5 ഗ്ലാസ് അല്ല, അതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കുക. ഇത് കുറുകി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് കുറുക്കാണ്ടാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പോലെ തന്നെ, അതാകുമ്പോൾ കുട്ടികൾക്ക് കുടിക്കാനും നല്ല ഒരു സുഖമായിരിക്കും. കട്ടിയായിരിക്കുമ്പോൾ കുടിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. കുടിച്ചോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പറാ? ഇഷ്ടമായോ? എന്താ അത്? ജ്യൂസ്. എന്ത് ജ്യൂസാ? അപ്പം മിഷൻ സക്സസ്ഫുൾ. കുട്ടി കുടിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ആഡ് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ. ഞാൻ ഒറ്റൊരു ഐസ് ഞങ്ങൾ ആഡ് ചെയ്തും കൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ 2-3 ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റാഗിൻ്റെ ആ വെള്ളം കുടിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, ഞാനും ഇതാ കുടിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും വീട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ കുട്ടികളെ ഇന്നു മുതൽ റാഗി കുടിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം റാഗി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിനും അതുപോലെ തന്നെ അയൺ ഉണ്ടാവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.